ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്നത്. സോളമൻ കോട്ടയം എന്ന ദൈവദാസൻ. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദൈവദാസനെ, കർത്താവിൻ്റെ ദാസൻ മിനിസ്ട്രിയും കുടുംബവും എല്ലാം സന്തോഷമായിരിക്കുന്നുവല്ലോ. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ നല്ലൊരു അനുഭവം ഉണ്ടെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അത് ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ദാസനെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, അങ്ങ് ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചാട്ട് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലത് അനുഗ്രഹവും കർത്താവിലേക്ക് അവർ കടന്നു വരുന്നതിന് മുഖാന്തരവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് നമ്മുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ, കർത്താവിൻ്റെ ദാസൻ തന്നെത്താൻ പരിചയപ്പെടുത്തിയാട്ട്. എൻ്റെ പേര് സോളമൻ എന്നാണ്. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് ആർപ്പുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. എന്നാൽ ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്താണ്. കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ആയിരിക്കുന്നു. പത്തനാപുരം ടൗണിൽ തന്നെയാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ച എനിക്കുണ്ട്. ഫാമിലി 3 മക്കൾ. ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ, കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീക വർധനവിനും അനുഗ്രഹത്തിനും വേണ്ടി ഷെയർ ചെയ്താട്ട്. ദൈവത്തിന്റെ തന്നെയുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല പകൽ സമയത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത കർത്താവിനെ ഉയർത്തുവാൻ, എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സന്ദർഭത്തെ ഓർത്തുകൊണ്ട് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഈ ചാനൽ നടത്തി വരുന്ന ബഹുമാനിയ ദൈവദാസി, തന്റെ കുടുംബവും തന്റെ മിനിസ്ട്രി, കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് നമ്മെ നോക്കി അരുളി ചെയ്ത നമ്മുടെ കടന്നുകൊണ്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വീഡിയോകൾ ദർശിക്കുന്ന, ഈ അനുഭവങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്ക്, ദാസിമാർക്ക്, സഹോദരന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചെയ്യുന്നു. ജോയിസ് ടി വി എന്ന ഈ ചാനലിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിലേക്ക് ഒരുപാട് പേരെ അടുപ്പിക്കുവാൻ ഈ മീഡിയയിലൂടെ കർത്താവ് ഇടയാക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ തികച്ചും ഇതൊരു വ്യത്യസ്തമാകുന്ന അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല എന്നതാണ് എൻ്റെ ഒരാശയം അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി. ശ്രദ്ധിച്ച് കേൾക്കണമേ പ്രിയമുള്ളവരെ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ അക്കമിട്ട് പറയാം, അടിവരയിട്ട് പറയാം, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഏത് വിഷയത്തിന്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാലും തമ്പുരാൻ ആ വിഷയത്തിൽ ഇടപെട്ടാൽ ആ വിഷയത്തിനകത്ത് അത്ഭുതം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ പ്രാരംഭ വാക്കുകളിൽ ഞാൻ പറയാം. കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ
ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ അവരിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുമൊക്കെ വരുന്നത് കേൾക്കുവാനും കാണുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആർപ്പുക്കര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത്. ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമവും ശ്രേഷ്ഠമായ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലും ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിലും ഞാൻ ഇങ്ങനെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതം എൻ്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു കണ്ണുനീരിന്റെ മറുപടിയാണ്. നിരന്തരമായി പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ അനന്തര മറുപടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകലിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവുമായി നിൽക്കുവാൻ ഇടയായിട്ടുള്ളത്. നീണ്ട പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു മാസത്തെയോ ഒരു ദിവസത്തെയോ ഒരാഴ്ചയിലെയോ ചില ദിവസങ്ങൾ മാസങ്ങൾ നീളുന്ന വർഷങ്ങൾ നീണ്ട പ്രാർത്ഥന മാത്രമല്ല, നാളുകൾ കൊണ്ട് കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലും നിന്നെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾ നാളുകൾ കൊണ്ട് നടക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ, അയ്യോ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടാണോ, കർത്താവിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ ശക്തനല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ തലത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവർത്തിച്ച് പറയാം, അല്ല, ഒരിക്കലുമല്ല. ദൈവം നിന്നെ കാണാത്തത് കൊണ്ടുമല്ല, കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടുമല്ല, കർത്താവിന് കഴിയാത്തത് കൊണ്ടുമല്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ തമ്പുരാൻ എല്ലാറ്റിനും ഒരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന എത്ര അസാധ്യമായ വിഷയമാണെങ്കിലും ഒരിക്കലും നടക്കത്തില്ലെന്ന് വിധി എഴുതി കാലങ്ങൾ കഴിഞ്ഞു പോയതാണെങ്കിലും എന്റെ തമ്പുരാൻ ആ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ, നീ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ആഴത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പറയാം, ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിനമുണ്ടാകും. എന്താണ് എന്റെ ജീവിത അനുഭവങ്ങൾ? മുഖവരെയൊന്നും കൂടാതെ വേഗത്തിൽ ഞാൻ പ്രവേശിക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ മറുപടി എന്നാണ് തലക്കെട്ടായി പ്രാരംഭമായ വാക്കുകളിൽ ഞാൻ പറയുവാനിടയായിട്ടുള്ളത്. ഒരു പെന്തക്കോസ്ത് കുടുംബ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പനും ഉപദേശിയും അമ്മയും മാതാപിതാക്കൾ കർത്താവിന്റെ മഹനീയമായ വേല ചെയ്ത് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ 4 മക്കളിൽ 3ാമത്തവനായി ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അന്നത്തെ കാലഘട്ടമൊക്കെ ഞാൻ ഓർത്തു പോകുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അപ്പനും അമ്മയും ഒക്കെ സുവിശേഷ വേല ചെയ്തിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് വരുന്നെങ്കിലും വീട്ടിൽ 4 മക്കളുണ്ട്. ആ 4 മക്കൾക്ക് എന്ത് ആഹാരം കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ച് അവർ വിഷമത്തോടെ വീട്ടിലേക്ക് വരുമായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അന്ന് സുവിശേഷ വേല ചെയ്യുന്നത് പ്രതിഫല ഇച്ഛ കൂടാതെ ദൈവവേല ചെയ്തിരുന്ന പിതാക്കന്മാരുടെ ഒരു കാലഘട്ടമുണ്ട്. ഇന്നത്തെ പോലെ ആദരവുകൾ ലഭിക്കാതിരുന്ന കാലഘട്ടം. നിങ്ങൾക്കറിയാമോ, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. മീശ പഠിച്ചിരുന്ന സ്വോത്രം പറയുന്നവരെ കളിയാക്കുന്ന, ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. എന്തിനേറെ പറയുന്നു, കുടുംബക്കാരുടെ ഏതെങ്കിലുമൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഇല വലിച്ച് എഴുന്നേൽപ്പിച്ച് ആക്ഷേപിച്ച് ഓടിച്ച ചരിത്രം പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ബസ്സിൽ കയറിയ മർദ്ദനമാണ്. ഉപദേശിക എന്ന് പറഞ്ഞ സൂത്രം പറഞ്ഞ് കളിയാക്കുമായിരുന്നു, കൂകി വിളിക്കുമായിരുന്നു, അസഭ്യം പറയുമായിരുന്നു, കല്ലെറിയുമായിരുന്നു. എന്നാൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഈ കാലഘട്ടത്തിൽ 2024 നിന്നുകൊണ്ട് പറയട്ടെ, ഇന്ന് ഒരു ഉപദേശിക എന്ന് പറഞ്ഞ കല്ലെറിയത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇന്നൊരു ദൈവദാസനാണെന്ന് പറഞ്ഞാൽ ഇന്ന് ആക്ഷേപിക്കില്ല, ഇന്ന് മറ്റുള്ളവരെ കളിയാക്കത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ കർത്താവ് ജീവനുള്ള ദൈവമാണെന്ന് ലോകം ഇന്ന് പരസ്യമായി അംഗീകരിച്ച് തുടങ്ങിയതിന്റെ തെളിവാണ്. അന്ന് എന്റെ മാതാപിതാക്കളെ സുവിശേഷകരെയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ നിറഞ്ഞതായ ഒരു സാഹചര്യ കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ എന്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണോ? അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ഒന്നും വെളിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്നൊക്കെ ചിന്തിച്ച എന്റെ ചെറുപ്രായത്തിലെ ചിന്തകളെ പിശാച്, അല്ലെങ്കിൽ ലോകത്തിന്റെ അധിപതിയാകുന്ന പാപത്തിന്റെ ഉടയവനാകുന്ന പിശാച് ഈ ചിന്തകൾ നന്നായി തിരിച്ചറിഞ്ഞു. എന്റെ ചിന്തകൾ വളർന്ന് പന്തലിക്കുവാൻ തുടങ്ങി. എന്റെ ചെറുപ്രായത്തിലെ ബുദ്ധിയില്ലാതിരുന്ന കാലഘട്ടത്തിലെ എന്റെ ചിന്താഗതി എന്നൊന്ന് ചോദിച്ചാൽ, പണം
പണമുണ്ടാക്കണം. പണമുണ്ടായാൽ പണമുണ്ടെങ്കിൽ എന്തും നമുക്ക് വെട്ടിപ്പിടിക്കാൻ സാധിക്കും. പണമുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാകാമെന്നുള്ള ഒരു ചിന്താഗതി എന്റെ മനസ്സിനകത്തോ ഹൃദയത്തിനകത്തോ കയറി പിടിച്ചപ്പോ പണം എങ്ങനെ ഉണ്ടാകാം, പണം വേഗത്തിൽ വെട്ടിപ്പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന ചിന്തയിലേക്ക് ഞാൻ കടന്നു. അങ്ങനെ എന്റെ പണം ഉണ്ടാക്കുവാനുള്ള വ്യക്തതയിലും സ്വപ്നങ്ങൾ നെയ്തെടുത്തതായി എന്റെ സ്വപ്നലോകം വെട്ടിപ്പിടിക്കുവാനായി ഞാൻ എന്റേതായ കായിക അഭ്യാസങ്ങൾ കൈമുറയാക്കിക്കൊണ്ട്, ചെറുപ്രായത്തിൽ പഠിച്ച കായിക അഭ്യാസങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് എന്റെ തന്റെയോളം കൊണ്ടും എന്റേതായ ബുദ്ധി ഉപയോഗിച്ച് പണം ഉണ്ടാക്കുവാൻ കോട്ടയത്തിന്റെ തെരുവിൽ ഞാൻ കണ്ടെത്തിയ ഒരു തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ, മാന്യമായി 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി പറയാൻ കഴിയുന്ന ഒരു തൊഴിലല്ല ഞാൻ കണ്ടെത്തിയത്. കോട്ടയത്തിന്റെ തെരുവിൽ ഞാൻ കണ്ടെത്തിയ തൊഴിലെന്ന് പറഞ്ഞാൽ 4 പേര് കൂടുന്ന നാൽക്കവലയിൽ തല ഉയർത്തി പറയാൻ, അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു തൊഴിലല്ല ഞാൻ കണ്ടെത്തിയത്. കോട്ടയത്തിന്റെ തെരുവിൽ ഒരു തെരുവ് കൊണ്ടയായി മിന്നുന്ന വടിവാളുകളും കരങ്ങളിൽ എടുത്തുകൊണ്ട് വെട്ടിപ്പിടിക്കുവാനായി പണമുണ്ടാക്കുവാനായി കോട്ടയത്തിന്റെ തെരുവിൽ ജീവിതം നയിച്ചിരുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ എന്റെ അനുഭവങ്ങളെ പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുകയാണ്. പ്രിയമുള്ളവരെ, അഭിമാനത്തോടെ ഒന്നും പറയുന്നതല്ല കേട്ടോ. അന്നത്തെ പിശാച് ഉപയോഗിച്ച പാപത്തിനടിമമായി പാപത്തെ പച്ചവെള്ളം പോലെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് പുറംകാട്ടി പാപത്തിന് മുഖം കാട്ടിക്കൊണ്ട് ലോകത്തിൽ പേടിച്ചൊരു നായ്ക്ക് സമതുല്യനായി രാത്രിയെന്നും പകലെന്നും മധ്യാഹ്നമെന്നും സമയഭേദ വ്യത്യാസമില്ലാതെ ഓടി നടന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കോട്ടയത്തിന്റെ തെരുവിൽ അങ്ങനെ ഞാനൊരു സുബോധം നഷ്ടപ്പെട്ടവരായി ഭ്രാന്തനെ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കൊച്ചു കൂട്ടുകാരും കുട്ടികളും ഒക്കെ പറയാറില്ലേ, അടിച്ചു പൊളിക്കണം. അതെ, എന്റെ ജീവിതം അടിച്ചു പൊളിക്കണം. ഇതാണ് ജീവിതം, ഇതാണ് സുഖം. ലഹരി തരുന്ന സുഖം, ലോകം തരുന്ന സുഖം, പാപം തരുന്ന സുഖം, പണത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, ഇതാണ് ലോകത്തിൽ ഏറ്റവും വലുത്. ദൈവമില്ല. എന്റെ അപ്പൻ ഉൾപ്പെടെ എന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നടക്കുന്ന ഈ പുസ്തകം ചുമക്കുന്നത് വെറുതെയാണ്. ഈ പുസ്തകം ചുമന്നത് കൊണ്ട് ജീവിതം പാഴാകത്തേ ഉള്ളൂ എന്ന് ഈ സമൂഹത്തെ മുഴുവനായി അടച്ചാക്ഷേപിച്ചുകൊണ്ട് കോട്ടയത്തിന്റെ തെരുവിൽ ഞാനൊരു കൂലിത്തല്ലുകാരനായി. അങ്ങനെ കൂലിത്തല്ലുകാരനാകുമ്പോ പണമുണ്ടാക്കണം. ഏതു വിധേനയും പണമുണ്ടാക്കണം. എന്തും ചെയ്യുവാൻ സന്നദ്ധനായിക്കൊണ്ട് രാത്രിയില്ല പകലില്ല അങ്ങനെ സമയഭേദ വ്യത്യാസമില്ലാതെ ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത എന്താ കാര്യമെന്ന് നിങ്ങളൊന്ന് കേൾക്കണമേ. എനിക്കിഷ്ടമില്ലാത്ത ജോലി എന്ന് പറയുന്നത്, എനിക്കിഷ്ടമില്ലാത്തതെന്ന് പറയുന്നത് ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റ പ്രാവശ്യം വരുള്ളൂ, പിന്നെ വരത്തില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ പറയട്ടെ, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞത് കർത്താവ് എന്നെ കൊണ്ട് നിശ്ചയിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി, നമ്മുടെ പ്ലാനുകളല്ല ദൈവത്തിന്റെ പ്ലാനുകൾ. ശ്രദ്ധിച്ചോ, എനിക്ക് ഉപദേശം ഇഷ്ടമില്ലായിരുന്നു, ഇന്ന് ശബ്ദം പോലും എനിക്കില്ല. ഞാൻ ഇന്ന് യേശുവിന് വേണ്ടി അനേകരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിന് ഒരുവന്റെ മേൽ പദ്ധതി ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, തമ്പുരാന് നിന്റെ തലമുറയെ പദ്ധതി ഉണ്ടെങ്കിൽ, തമ്പുരാന് നിന്റെ കുടുംബത്തെ പദ്ധതി ഉണ്ടെങ്കിൽ, തമ്പുരാന് വ്യക്തിപരമായി എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏതെല്ലാം അനുഭവങ്ങൾ നടക്കത്തില്ലെന്ന് വാതിലുകൾ നമ്മുടെ മുമ്പിൽ കൊട്ടിയടച്ചാലും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഒരു കൂലിത്തല്ലുകാരനായി ജീവിച്ച എന്റെ അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. ദൈവം ജീവനുള്ള ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവം, അതിന് മാറ്റമില്ല. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, അന്ന് അക്കാലങ്ങളിൽ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങി ദൈവവചനവുമായി അനേകരുടെ മുമ്പിൽ പോകാൻ കഴിയത്തില്ലായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും കൂടപ്പിറപ്പുകളും സഭാ നേതാക്കന്മാരും അധ്യക്ഷന്മാരും ഒക്കെ സംഘടനാ നേതാക്കന്മാരും കൂട്ടായ്മക്കാരും ഒക്കെ കൂട്ടം ചേർന്ന് ആക്രമിച്ചവരോട് പറഞ്ഞ വാക്കുകൾ ഇന്നലെ എന്നതുപോലെ ഞാൻ ഓർക്കുകയാണ്. എന്തിനാ നിങ്ങൾ പ്രസംഗിക്കുന്നത്? എന്തിനാ നിങ്ങൾ ബൈബിൾ എടുത്തു നടക്കുന്നത്? നിങ്ങളുടെ മകനെ മാനസാന്തരപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ, അങ്ങനെയല്ല ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങളുടെ തലമുറയെ ഗുണപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ
നിങ്ങൾ എന്തിനിത് ചുമക്കുന്നു, എന്തിനിതെടുത്ത് നടക്കുന്നുവെന്ന് ഇവരോട് ആക്രോശിച്ച സമൂഹമുണ്ട് കേട്ടോ. ഇവരോട് കൂട്ടം ചേർന്ന് ആക്രമിച്ചതായ ആ കൂട്ടായ്മക്കാരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ തലകുടിച്ച് വീട്ടിലേക്ക് ഓടി വന്ന് അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞ മാതാപിതാക്കളുടെ അനുഭവങ്ങൾ ഇന്നറിയുന്നത് പോലെ ഞാൻ ഓർത്തു പോകുകയാ. അങ്ങനെ പാസ്റ്റർമാരുടെ വീട്ടിലേക്ക്, ദൈവദാസന്മാരുടെ വീട്ടിലേക്കൊക്കെ നല്ല നല്ല വാഹനങ്ങളൊക്കെ വരുമ്പോ എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരൊറ്റ വണ്ടിയാണ്. എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരൊറ്റ വണ്ടിയാ. ആ വണ്ടി ഏതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കിയാണ്. പഞ്ചായത്തിലൊന്നേ ഉള്ളൂ, മാത്രമല്ല ഒരു ക്ലൂ വേണം തരാം. ആ വണ്ടിയുടെ ഫ്രണ്ടില് ആ സഞ്ചരിക്കുന്നവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അഥവാ പോലീസ് എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, കർത്താവിന്റെ വചനവുമായി നടക്കുന്ന പാസ്റ്ററുടെയും കുടുംബത്തിന്റെയും അകത്ത് പോലീസുകാർ ഷൂട്ട് കൊണ്ട് ചവിട്ടുന്ന, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് വണ്ടി പോയാൽ പറയും ഇതാ ഉപദേശിയുടെ വീട്ടിലേക്ക് പോകുന്ന വണ്ടിയാ. അത്തരത്തിൽ പോലും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂടെ പറഞ്ഞപ്പോഴേക്കും എന്തിനേറെ പറയുന്നു, പോലീസ് അധികാരികൾക്ക് പോലും തലവേദനയായി തീർന്ന ഒരു സാഹചര്യം. ശ്രദ്ധിക്കണമേ, നാട്ടുകാരും വീട്ടുകാരും കൂടപ്പുറപ്പുകളും കണ്ടവരും അതാ വന്നവരും പോയവരും എല്ലാം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഒരിക്കലും ഇവൻ നന്നാകില്ല, ഒരിക്കലും ഇവൻ ഗുണം പിടിക്കത്തില്ല, ഒരിക്കലും 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 ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് രക്ഷകൻ എന്റെ ജീവിതത്തിൽ വന്നപ്പോ ഞാൻ അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ, നടക്കത്തില്ലെന്ന് ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, നിന്റെ ഫാമിലിയെ നോക്കിക്കൊണ്ട്, തലമുറയെ നോക്കിക്കൊണ്ട്, ഭൗതിക നന്മയെ നോക്കിക്കൊണ്ട്, തമ്പുരാൻ പറഞ്ഞ പ്രവചനങ്ങളെ നോക്കിക്കൊണ്ട് ഒരിക്കലും നീ എത്ര ആഗ്രഹിച്ചാലും നടക്കത്തില്ലെന്ന് പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയാം, ഇല്ല, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതെത്രയെല്ലാം അസാധ്യമായ വഴികൾ നിന്റെ മുമ്പിൽ കൊട്ടിയളച്ചാലും നിശ്ചയമായും തമ്പുരാൻ അതിനകത്ത് ഇറങ്ങുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ കരം അതിനകത്തൊന്ന് ചലിച്ച ആ വിഷയത്തിൽ അത്ഭുതങ്ങളെ കാണുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. ഈ 2024 വിശ്വസിച്ചു, 2024 കലണ്ടർ എടുത്ത് മാറ്റുന്നതിന് മുമ്പേ ഈ സാക്ഷ്യം കേൾക്കുന്ന സഹോദര, ഈ സാക്ഷ്യം കേൾക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികളെ ഒരു പിശാചിനും തടഞ്ഞു വെക്കുവാൻ കഴിയില്ല, ഒരു ലോകത്തിനും തടഞ്ഞു വെക്കുവാൻ കഴിയില്ല. ഇതാ കുപ്പയിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇവൻ അഴുക്കുചാലുകളിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് ലോകം മുഴുവൻ മുദ്ര എഴുതിയ സ്ഥാനത്ത് കർത്താവിന്റെ വിഷയത്തിൽ ഇറങ്ങിയപ്പോ, അവരുടെ തന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ ഇറങ്ങിയപ്പോ, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമവും ദൈവവചനവുമായി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ ഓർത്തു പോകുകയാണ്. സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അയൽപക്കക്കാരൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യം എന്തോന്ന് ചോദിച്ചാൽ, രാവിലെ ഞാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുന്നതിന് ശേഷമേ കഥവ് തുറക്കത്തുള്ളൂ. എന്താ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അന്നത്തെയൊക്കെ നാട്ടുനടപ്പുള്ള അനുസരിച്ച് ആ കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, എന്നെ കണ്ട് കണി കണ്ടു കഴിഞ്ഞാൽ എന്നെ കാണാൻ കൊള്ളില്ല, കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. 1-ാം തീയതി എങ്ങാനും ആണെങ്കിൽ പിന്നെ പറയണ്ട, ആണ്ടുതുറപ്പാണെങ്കിൽ ഞാനില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ അവരെല്ലാം കഥകു തുറക്കാറുള്ളൂ. എന്നാൽ ഇന്ന് എനിക്ക് ഒത്തിരി മാറ്റം സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഇന്ന് അവരുടെ എല്ലാ വീടുകളിൽ എന്നെ വെൽക്കം ചെയ്ത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോ, ഞാൻ യേശുവിനെ ഉയർത്തിയപ്പോ അനേകം എന്റെ കുടുംബങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ അയൽപക്ക ഭവനങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ പ്രാപ്തരാക്കിയതിന്റെ പിന്നിലുള്ളത് ദൈവത്തിന്റെ അത്ഭുതമായ കരമെന്നിൽ ക്ഷണിച്ചത് കൊണ്ടാണ്. മനസ്സിലാക്കുന്നവർ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന്. എന്താണ് ആ പ്രാർത്ഥനയെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാം. അന്ന് ഞാനൊരു ഓടിട്ട വീട്ടിലാണ്. ഞങ്ങളുടെ പഴയ വീട് ഓടിട്ട വീടായിരുന്നു. ഓടിട്ട വീട്ടിൽ പാർത്തവർക്കൊക്കെ അറിയാം, അതിന്റെ സുഖമൊന്നും ഇന്നത്തെ വാർക്ക കെട്ടിടത്തിലൊന്നും കിട്ടത്തില്ല. അന്നത്തേക്ക് ഓടിട്ട വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മണി അല്ലെങ്കിൽ 12 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഫാനിന്റെ പോലും ആവശ്യമില്ല. ഫാനൊന്നും വേണ്ടായിരുന്നു. കരണ്ടില്ലാതിരുന്ന കാലഘട്ടത്തിലുമൊക്കെ ഓടിട്ട വീട്ടിൽ കേരളത്തിൽ പാർത്തിട്ടുള്ളവർക്കറിയാം അല്ലേ, എന്ത് സുഖമായിരുന്നു. ആ കാലഘട്ടമൊക്കെ ഇന്ന് ഓർമ്മയായി പോയി. അന്ന് ഓടിട്ട വീട്ടിൽ പാർത്തിട്ടുള്ളവർ അറിയാം, പുതുമഴ പെയ്യുമ്പോ ചോർച്ചയുണ്ടാകും അല്ലെ. പുതുമഴ പെയ്യുമ്പോ ചോർച്ചയുണ്ടാകും. എന്ത് ചെയ്യും? അന്ന് ചെറുപ്രായത്തിലായിരുന്നവർക്ക്, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഞാൻ പറയുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള
ഉണ്ടായിരിക്കാം. കട്ടിലൊക്കെ മാറ്റി വെക്കും, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടമായി. ഇന്നത്തെ പുത്തൻ തലമുറയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അന്ന് ചോർച്ച ഉണ്ടാകും, കാരണം ഓടിട്ട വീടല്ലേ, പുതുമഴ പെയ്യുമ്പോൾ ചോർച്ച ഉണ്ടാകും. ഒരു ദിവസം രാത്രി ഞാനിത് പറയാനുണ്ടായ കാരണം, ഒരു ദിവസം രാത്രിയിൽ ഞാനിതുപോലെ കിടന്നുറങ്ങുമ്പോ ഭയങ്കര മഴയാണ്, പുറത്ത് ഭയങ്കര മഴ പെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്തു, ചാടി എഴുന്നേറ്റ് എന്റെ കട്ടിലൊന്നും മാറ്റിയിട്ടിട്ട് അവിടെ കിടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ എന്റെ റൂമിന്റെ അകത്ത് ഞാൻ ആരെയൊക്കെയോ ഒന്ന് തട്ടി. എന്റെ റൂമിന്റെ അകത്ത് ആരെയൊക്കെയോ ഞാൻ തട്ടിയപ്പോ പേടിച്ച് പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ കണ്ട കാഴ്ച പുറത്തെ മഴയല്ല, എന്റെ ദേഹത്ത് വന്ന് വീഴുവാനിടയായത് അപ്പൻ തലയ്ക്കലും അമ്മ കാൽക്കലിൽ ഇരുന്നു കൊണ്ട് കരയുന്ന കണ്ണുനീര്. കോട്ടയംകാരനായ എന്റെ ഭാഷയിൽ പറഞ്ഞ കുടക്കമത്തിയതുപോലെ വെള്ളം എന്റെ ദേഹത്തേക്ക് വന്ന് പെയ്തിറങ്ങിയത് പുറത്തുനിന്ന് പെയ്ത മഴയല്ല, അപ്പന്റെയും അമ്മയുടെയും കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീര് എന്റെ ദേഹത്തേക്ക് വന്ന് വീണതാ. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നവരുണ്ടോ? ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ആരും അറിയാതെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ കണ്ണുനീര് കാണാൻ ഒരുപക്ഷെ ഭർത്താവ് കാണില്ല, നിന്റെ കണ്ണുനീര് കാണാൻ ഒരുപക്ഷെ ഭാര്യ ഉണ്ടാകില്ല, നിന്റെ കണ്ണുനീര് കാണാൻ മാതാപിതാക്കള്, നിന്റെ തലമുറ കാണത്തില്ല. തലമുറയെ നിന്റെ കണ്ണുനീര് കാണാൻ നിന്റെ കൂടപ്പിറപ്പുകളോ കൂട്ടുകാരോ മാതാപിതാക്കളോ കണ്ണൊന്നും വരില്ല. എന്നാൽ തമ്പുരാന്റെ സന്നിധി നീ ഒരുക്കുന്ന ഓരോ കണ്ണുനീരും ആരും കണ്ടില്ലെങ്കിലും കാണുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അവൻ കരയിപ്പിക്കുന്ന ദൈവമല്ല, അവൻ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ദൈവമാണ്. കരയാൻ എത്ര നാളുകൾ കൊണ്ട് നീ കരയുന്ന വിഷയമാണെങ്കിലും എന്റെ തമ്പുരാൻ ആ വിഷയത്തിൽ ഇടപെട്ടാൽ നിന്റെ കണ്ണുനീര് ചിരിയായി സന്തോഷമായി മാറുമെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. വിശ്വസിക്കുന്നവരെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ ചാടി എഴുന്നേറ്റിട്ട് എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, അരുത്, ഇനി ഞാൻ കിടക്കുന്ന റൂമിന്റെ അകത്തേക്ക് മേലാൽ കയറി വന്നു പോകരുത്. അന്ന് അങ്ങനെ പറഞ്ഞ് അവരെ കോപപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ താക്കീത് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. കാരണം വീടിന്റെ അകത്തേക്ക് റൂമിന്റെ അകത്തേക്ക് കയറി വരരുതെന്ന് പറഞ്ഞ് പൂട്ടാൻ ഇന്നത്തെ പോലെയുള്ള ലോക്ക് സിസ്റ്റം ഒന്നുമില്ല. അന്നത്തെ എന്റെ വീട്ടിൽ കർട്ടനായിരുന്നു. അന്നത്തെ ബെഡ്റൂം ഒക്കെ തിരിച്ചു കൊണ്ടിരുന്ന കർട്ടൻ കൊണ്ടാണ്. കർട്ടൻ ഇങ്ങനെ സാധാരണ വീടുകളിലൊക്കെ എങ്ങനെയായിരുന്നു. ഇന്നാണ് ഇതുപോലത്തെ ബെഡ്റൂം സിസ്റ്റം, പുതിയ ലോക്ക് സിസ്റ്റം ഒക്കെ വന്നത്. ശ്രദ്ധിക്കണമേ, കർട്ടൻ വലിച്ചിടാൻ നിർവാഹമുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ കയറി വരുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് ശേഷം എന്റെ മാതാപിതാക്കൾ പല സ്ഥലങ്ങളിൽ അനുഭവ സാക്ഷ്യം പറയുന്നത് കേൾക്കുവാൻ തമ്പുരാൻ എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്താണ് അവര് പറഞ്ഞത്? ഒരിക്കൽ അവൻ ഞങ്ങളെ പിടിച്ചു, പിന്നെ ഒരിക്കലും പിടിക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല. പകലിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, രാത്രി ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അവൻ എഴുന്നേൽക്കുവാൻ ഇടയാകരുത്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുവാൻ, സുബോധം നഷ്ടപ്പെട്ടവനായി ഉറങ്ങുവാൻ ദൈവം സഹായിക്കണമെന്ന് അവര് പകലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാത്രി ഓൺലൈറ്റിന് വേണ്ടി വരിക. ഹലോ, മനസ്സിലാകുന്നവരുണ്ടോ? തലമുറയ്ക്ക് വേണ്ടി ഓൺലൈറ്റ് ഒരു മാസമല്ല, ഒരാഴ്ചയല്ല, ഒരു ദിവസമല്ല, മാസങ്ങളല്ല, നീണ്ട വർഷങ്ങൾ ദൈവത്തോട് കരഞ്ഞതിന്റെ മറുപടിയാ ഇതാ. ഞാൻ യേശുവിനെ ഉയർത്തുകയാ, ഞാൻ ദൈവത്തെ പ്രസംഗിക്കുകയാ. അങ്ങനെ നീണ്ട നാളുകൾ ഉറക്കളച്ച് പ്രാർത്ഥിച്ചു. പലയിടത്തും എന്റെ ജീവിതാനുഭവ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയാറുള്ളൊരു പദപ്രയോഗം ഇവിടെ ആവർത്തിച്ച് പറയട്ടെ. അതിങ്ങനെയോ, വില കൊടുത്താൽ വില തരുന്നൊരു ദൈവം. നീ ദൈവത്തിന്റെ മുമ്പാകെ വില കൊടുത്താൽ എന്റെ തമ്പുരാൻ നിനക്ക് വില തരും. എത്ര പേരത് ആമേൻ പറയുന്നുണ്ട്, എത്ര പേരത് വിശ്വസിക്കാൻ തയ്യാറാകും. ഈ യൂട്യൂബിലൂടെ, ഈ ചാനലിലൂടെ ഇന്ന് പകലിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പറയാം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ, നീ കരയുന്ന കണ്ണുനീരിന്റെ മറുപടി എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറയാം. അത് വിശ്വസിക്കുന്നവർ ദിവസങ്ങൾ തീരുമാനങ്ങളെ പുതുക്കിക്കൊണ്ട് അവരുടെ പാതവിടത്തിൽ കരയുവാൻ തയ്യാറായിക്കോ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, കാലങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അങ്ങനെ കഴിഞ്ഞുപോയി.
ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് രസകരമായ ഒരു സംഭവം നടന്നു. ഞങ്ങളിങ്ങനെ സന്ധ്യാസമയത്ത് കൂട്ടുകാരും കൂടി ഒരുമിച്ച് നമ്മൾ മദ്യപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരും അവിടേക്ക് വരില്ല, കാരണം ഞങ്ങൾ അതുപോലത്തെ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് മദ്യപിക്കുമ്പോ ഞാൻ എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അവിടെ നോക്കിക്കേ. അപ്പൊ ഞങ്ങൾ കുറച്ചു പേര് കൂടി ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ കാര്യം? അവിടേക്ക് നോക്കിക്കോ, ഒരു സ്ത്രീ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മളെ ഒറ്റിക്കൊടുക്കാനാണെന്ന് തോന്നുന്നു. പലപ്പോഴായി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആരാണവൾ? എന്തിനാണ് നമ്മളെ നോട്ട് ചെയ്യുന്നത്? എന്തിനാണ് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്? ആരായാലും കൊള്ളാം, നീ അവളെ കൈക്ക് പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ നടുവിൽ നിർത്തി നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. എന്റെ ഈ സ്നേഹിതൻ ഓടി കിട്ടോ, എന്റെ വാക്കുകൾ കേട്ടി ഓടിയിട്ട് അവൻ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് അവൻ ഓടി തിരിച്ച് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വേണ്ട വേണ്ട, അവളെ പിടിക്കണ്ട. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ആരാണെങ്കിലും നമുക്ക് പിടിച്ചേ പറ്റുള്ളൂ, എന്തിനാ നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്? നമുക്കത് അറിയണമല്ലോ. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞപ്പോ അവനോട് പതുക്കെ ചെവിയിൽ വന്ന് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കേണ്ട, നിന്റെ മമ്മിയാണ്. ഞാൻ ചോദിച്ചു, എന്റെ മമ്മി എന്തിനാ എവിടെ ഇരിക്കുന്നത്? അവൻ എന്നോട് പറയുകയാ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹലോ, മനസ്സിലാക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പുൽപ്പായിലും പുൽപ്പറ്റിലുമല്ല, വെളിപ്രദേശത്ത് തലമുറയുടെ വഴിപിടച്ച ജീവിതം കണ്ട് മാറത്തടിച്ചുകൊണ്ട് കണ്ണുനീരോടെ അത് കാട്ടിന്റെ അകത്ത് മുഴങ്കാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ അനന്തരമറുപടിയായി അവരാരോട് പ്രാർത്ഥിച്ചുവോ ആ ദൈവത്തെ പ്രസംഗിക്കുവാൻ എന്റെ ദൈവം കേരളത്തിന്റെ പുറത്തും ദൈവം അയക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുവെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിജയം നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ, കുടുംബത്തിന് വേണ്ടിയാണോ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ, കടഭാരങ്ങൾക്ക് വേണ്ടിയാണോ, നിന്ദകൾ മാറാൻ വേണ്ടിയാണോ? ഇല്ല ഇല്ല, തരത്തില്ലെന്ന് എന്തെല്ലാം സാഹചര്യങ്ങൾ നിന്നോട് പറഞ്ഞാലും വിശ്വസിക്ക്. എന്റെ അനുഭവത്തിലുള്ള പറയാം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, അതിന് സംശയമില്ല. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ മാതാപിതാക്കൾ ഒരു ദിവസം എന്റെ അടുക്കൽ വന്നിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ചു നാള് ഇവിടെ കർത്താവിന്റെ വേലയെങ്കിലും ചെയ്യണം, നീ എവിടേക്കെങ്കിലും പോകണം. ഞാൻ പറഞ്ഞില്ല, ഞാനെങ്ങും പോകത്തില്ല, കാരണം ഇവിടെ തന്നെ കാണും, ഞാനെങ്ങും പോകത്തില്ല. അങ്ങനെ ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എങ്ങനെയെങ്കിലും ഈ ഒരു മാനസാന്തരം കൊടുക്കണം, അല്ലെങ്കിൽ അല്പസമയം എവിടേക്കെങ്കിലും മാറ്റണം. അങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റിയല്ലാത്ത കുറെ വിഷയങ്ങൾ എനിക്കുണ്ടായപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഇനി നാട്ടിൽ നിൽക്കുന്നില്ല. ബോംബെയിലേക്ക് വണ്ടി കയറി കേട്ടോ, ബോംബെയിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് ഹിന്ദി അറിയത്തില്ല, മലയാളമല്ലാതെ മറ്റൊരു ഭാഷ എനിക്ക് നാവിൽ വശവുമില്ല. അവിടെ ചെന്നു. ഇങ്ങനെയൊക്കെ ഈ അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള ശീലമില്ലാത്തത് കൊണ്ട് അവിടെ അധ്വാനിക്കാൻ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയും ഈ തട്ടുകുളിപ്പൻ പരിപാടിയുമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ നാട്ടിൽ ജീവിച്ചതായ ശൈലിക ചില കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് അവിടെയും ഇങ്ങനെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. അവിടെ അങ്ങനെ ജീവിതം ആരംഭിച്ചു. ഞാൻ ചെന്ന് താമസിക്കുന്നത് മറാഠിക്കാരുടെ കൂട്ടത്തില്ല. ഹിന്ദി അറിയത്തില്ല, പിന്നെ ഞാൻ മറാഠി. അങ്ങനെ മറാഠിക്കാരുടെ കൂട്ടത്തിൽ മലയാളവും ഹിന്ദിയും അത് തമിഴും മറാഠിയും ഒക്കെ ചേർന്ന് ഞാൻ ഒരു വിധത്തിലൊക്കെ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ ജീവിതം നയിച്ച് മയക്കുമരുന്നുകൾക്കൊക്കെ അടിമയായി ജീവിതം നയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാൺ സ്റ്റേഷൻ എന്ന് പറയുന്ന കല്യാൺ സ്റ്റേഷന്റെ ഒരു സന്ധ്യാസമയത്ത്, കല്യാൺ സ്റ്റേഷന്റെ ഈ ഈസ്റ്റ് കല്യാണിലെ വെസ്റ്റിലല്ല ഈസ്റ്റിലെ ഒരു ഗുഹ പോലെയുണ്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകാൻ. ഞാൻ അതിന്റെ അങ്ങേ സ്ഥലക്കെങ്കിലും നിൽക്കുമ്പോ എന്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, സ്നേഹിത നീ എവിടെ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ഭാഗത്ത്. അന്ന് അവിടെ ഈ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഒക്കെ വളരെ ചുരുക്കമാണ്, ചാലി ബോംബെ പോയിട്ടുള്ളവർക്കറിയാം, ചാലികളാണ് ഇപ്പോഴത്തെ. ഞാൻ പറഞ്ഞു ഇന്ന ചാലിലാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, അത് എവിടുത്തെ എത്രാമത്തെ മുറിയാ? ഞാൻ പറഞ്ഞു 5ാമത്തെ മുറിയാ. അവിടുത്തെ മറാഠിക്കാരാണല്ലോ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ കൂടെയാ താമസിക്കുന്നത്. അപ്പൊ ഈ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നീ എവിടെ താമസിക്കേണ്ടവനല്ല, ഞാൻ
ഞാൻ ഒറ്റയ്ക്കുള്ള, എന്റെ കൂടെയുള്ളവരെല്ലാം നാട്ടിൽ പോയി, നീ എന്റെ കൂടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ഞാൻ ഇവനെ സൂക്ഷിച്ചു നോക്കി, ഒരു പരിചയമില്ലാത്തവൻ അവന്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്റെ ബന്ധമല്ല, സ്വന്തമല്ല, നാട്ടുകാരനല്ല, പരിചയക്കാരനല്ല, കൂട്ടുകാരനല്ല. അപ്പൊ എന്നെ എത്ര വിളിച്ചുകൊണ്ട് പോകുന്നെന്ന് അറിയത്തില്ല. എന്തായാലും ഇരിക്കട്ടെ, അവനൊരു ചാൻസ് തന്നല്ലേ. അവൻ പറഞ്ഞു നല്ല ബെഡുണ്ട്, ഇവിടെ ബെഡില്ല, താഴെയാണ് കിടക്കുന്നത്. അവൻ പറഞ്ഞു നിനക്കൊരു ബെഡ് ഞാൻ തരാം. അങ്ങനെ എനിക്ക് ബെഡ് തന്ന് ആ റൂമിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി. ആ റൂമിൽ ഞാൻ താമസിക്കാൻ തുടങ്ങി. ഞാൻ വിളിക്കുന്നു. അതെവിടെ? അതും കല്യാണി തന്നെ ആയിരുന്നോ? അത് കല്യാണി തീസ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കല്യാണി തീസ്കാവ് മിറ്റൽവാടിക്കൊക്കെ ഇപ്പോഴത്തെ ശുചിക്കലാക്കാനായിട്ട് ഇപ്പോഴും എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല. പക്ഷെ കഴിഞ്ഞിടയ്ക്ക് അതിലേക്ക് പോയപ്പോൾ സ്ഥലങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം എല്ലാം ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെയായി. അങ്ങനെ അപ്പോ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവന്റെ റൂമിൽ താമസിപ്പിക്കുക. ആ സഹോദരൻ രാവിലെ ജോലിക്ക് പോകും, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്റേതായ മൈക്ക് മരുന്നൊക്കെ അടിച്ച് മറ്റുള്ള പരിപാടികളും പിടിച്ചു പറയും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ രാത്രിയിൽ എന്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങും. അങ്ങനെ ഞാൻ അവിടെ വന്ന് താമസം തുടങ്ങുകയാണ്. സന്തോഷത്തോടെ ഒന്നും അല്ല കിട്ടുന്നത് പറയുന്നത്, പഴയ കാലത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല, അതപ്പൊതിച്ചൊരു കാലഘട്ടം. അതോർക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുകയാണ്. അതോർക്കുമ്പോൾ ഇന്നും സങ്കടമുണ്ട്. എന്റെ ദൈവത്തെ ഞാൻ ഇത്രയധികം വേദനിപ്പിച്ചല്ലോ. സമൂഹത്തിന് നടുവിൽ അതപ്പൊതിച്ചൊരു ജീവിതത്തിനൊരു തത്തുല്യതായി ഞാൻ ജീവിതം നയിച്ചെന്നും ഓർക്കുമ്പോൾ ഹൃദയം ഇന്ന് പിടയുകയാണ്. എങ്കിലും ഞാൻ ഇത് പറയുന്നത് ദൈവനാമം മഹത്വത്തിനായിട്ടല്ലാതെ ഒരു വാക്കിയുടെ എന്ന് പറയുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല, ഇനിയും ഇടയാക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ ഈ സഹോദരൻ മുഴങ്കാൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ഹലോ, ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇവൻ മുട്ടുമേൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഒച്ചയൊന്നുമില്ല. ഞാൻ എന്തിനും ഒന്ന് കണ്ണു തുറന്നതാ. അപ്പൊ ഞാൻ ചാടി ലൈറ്റിട്ടിട്ട് ചോദിച്ചു, നീ പെന്തക്കോസുകാരനാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പെന്തക്കോസുകാരനാ സഹോദര, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്റെ പ്രാർത്ഥന നിമിത്തം ഉണ്ടായോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥന നിമിത്തം ഒന്നും ഉണ്ടായില്ല, പക്ഷേ എനിക്ക് ഈ ഒരു സംഘത്തെ ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, പട പേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തം കൊടുത്തി പട എന്ന് പറഞ്ഞതുപോലെ ഇത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ താണ്ടാ ഒരു പെന്തക്കോസുകാരൻ. ഞാൻ പറഞ്ഞു, സ്നേഹിത നീ എന്നെ വിട്ടേക്ക്, ഞാൻ നാളെ നേരം വിളിക്കുമ്പോ ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. എനിക്കിഷ്ടമല്ല. എന്റെ അപ്പനും നിനക്ക് എന്റെ ചരിത്രം കേൾക്കണമോ? എന്റെ അപ്പൻ ഉപദേശിക്കുക. അവൻ വാ വിട്ടുപോയി, അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നാളെ രാവിലെ മാറിക്കോളാം. അവൻ രാവിലെ വരെ എന്റെ കാല് പിടിച്ചു, ഒരിക്കലും നീ മാറരുത്, ഇവിടെ തന്നെ താമസിച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ കാണത്തില്ല, നീ കേൾക്കത്തില്ല. അങ്ങനെ അവന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തത് എന്നതുപോലെ ഞാൻ അവരുമായിട്ടൊരു കരാർ ഉടമ്പടി ഏറ്റ് ഞാൻ അവിടെ കിടന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനുമായിട്ട് നല്ലൊരു കൂട്ടുസ്നേഹം ഉണ്ടായി. അവരെന്നെ ഉപദേശിക്കത്തൊന്നുമില്ല, ഒരു ദിവസം ഉപദേശിക്കുമെന്നല്ല, എന്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്, ഒന്ന് വരാമോ? ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുള്ള എന്റെ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത്. അവരെന്നോട് പറഞ്ഞു, എന്റെ വീട്ടില് ഒരു ചർച്ചില് പ്രയർ നടക്കും, വരാമോ എന്ന് ചോദിച്ചു. സോറി, ഒരു കോള് വന്നായിരുന്നു. ഒരു സെക്ഷൻ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞു, എന്നെ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ അവനോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ ചോദിച്ച പൈസയൊക്കെ ഞാൻ തരാം, നീ എന്റെ കൂടെ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ രാവിലെ അവന്റെ കൂടെ മീറ്റിങ്ങിന് പോകാൻ തയ്യാറായി. അവിടെ ചെന്ന് ഏറ്റവും പുറകെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഭിത്തിയെ ചാരി നിൽക്കുമ്പോ അന്ന് ശുശ്രൂഷിക്കേണ്ട വിശക്തൻ എഴുന്നേറ്റ് മുഴങ്കാൽ ഇരുന്നു കൊണ്ട് ബാച്ചിലേഴ്സ് സഹോദരന്മാരെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് എന്റെ തലയിലേക്ക് വന്ന് കൈവച്ചു. എന്റെ തലയിലേക്ക് വന്ന് കൈവച്ചിട്ട് എന്നോട് പ്രവചിക്കാൻ തുടങ്ങി. എനിക്ക് എന്റെ മമ്മി ഉൾപ്പെടെ ഈ ശുശ്രൂഷ ചെയ്യുന്നവരെ എനിക്ക് കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഓടാൻ കഴിയുന്നില്ല. ഈ പാസ്റ്റർ പറഞ്ഞതെല്ലാം സത്യമാണ്. കാരണം എവിടെയോ മറഞ്ഞിരുന്ന് കണ്ടതുപോലെ ഞാൻ പോയത്, ഞാൻ കിടന്നത്, ഞാൻ ഇരുന്നത്, ഞാൻ ചെയ്തത്, പോലീസുകാരെ വെട്ടിച്ചത്, നാട്ടുകാരെ പറ്റിച്ചത് എല്ലാം വെളിപ്പെടുത്തി. ഞാൻ ആരാണെന്ന് അമ്മയുടെ മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം വെളിപ്പെടുത്തി. ഞാൻ ഇങ്ങനെ കേട്ട് ജാളിത തല പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനം എനിക്കൊരു
സമയം വന്നിരുന്നു. എനിക്കൊരു എന്താ പറയാ, എനിക്കൊരു ഏറ്റവും അവസാനം ഇദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു. ഈ ദൂത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എന്തല്ല, ഈ പ്രവാചകൻ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ ചിന്താഗതിയാണ്, ഇന്നത്തെ ചിന്താഗതിയല്ല. ശ്രദ്ധിച്ചോളൂ, ഈ പ്രവാചകൻ കള്ളനാണ്, പോസ്റ്റ് പറയുക, കള്ളത്തരം പറയുക. എന്താ ദൂതെന്ന് കേട്ടോളൂ. ഏറ്റവും അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അനേകരുടെ നടുവിൽ എന്റെ വചനവുമായി ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്നേരം സ്തോത്രം പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല, ആ കൈക്ക് ഒരു ഒറ്റ തട്ട് വെച്ചു കൊടുത്തു. കാരണം ഞാൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. ഞാൻ വളരെ ഹൃദയവേദനയോടെ ഒരു ദർശനം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഞാൻ അന്ന് ആ കൈക്ക് തട്ടിയത് കൊണ്ടാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപദേശിമാരെ നേരെ കൈയെടുത്ത് ഉപയോഗിച്ചോളാനല്ല, ഉപദേശിമാർക്ക് നേരെ തട്ടിക്കേറിക്കോളാനല്ല. ഒന്നെങ്കിൽ എതിർക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാ തിരുവനന്തപുരം പറയുന്നത്, ഒന്നെങ്കിൽ നീ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കുക. ഇത് കേൾക്കുകയും ചെയ്യും, അംഗീകരിക്കുകയും ചെയ്യും. പ്രവർത്തിക്കൽ നാം വരുത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് ഞാൻ എതിർത്തു. ഞാൻ പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ അടിക്കാനായിട്ട് കൈ പോകുമ്പോ എന്റെ കൈ അവിടെ മരവിച്ചു പോയി. സ്തോത്രം. കൈ മരവിച്ചു. ചാടി എഴുന്നേറ്റ് ഞാൻ വീട്ടിലേക്ക് ഓടുക. ഒരു മിനിറ്റ്, ഏത് പാസ്റ്റാണെന്ന് പറയാമോ? ഞാൻ ുദാസനയോ പാസ്റ്ററോ ഒന്നും ഓർക്കുന്നില്ല കാലങ്ങൾക്ക് മുമ്പ്. കാരണം അന്ന് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ തയ്യാറായ സമയങ്ങളുണ്ട്. പക്ഷെ ആരാണെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. എന്നാ സഭയോടെ ഇല്ല, ആ ദേവദാസന്മാരും ഇല്ല, ആരുമില്ല. ഇനി കർത്താവ് എനിക്കത് കാണിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോ എന്റെ മനസ്സിലെ ചിന്ത, എന്നെ കൊണ്ടുപോയ വ്യക്തിക്ക് ആദ്യം ഒരെണ്ണം കൊടുക്കണം. കാരണം എന്നെ കൊണ്ട് നാണം കെടുത്തി. ഹല്ലേലൂയ. എന്നെ കൊണ്ട് നാണം കെടുത്തിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് വിറ്റൽവാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് കയറ്റം കയറി അന്ന് നടക്കുക, മുമ്പിലേക്ക് പോകും നടക്കുക. ഞാൻ അടുത്ത കണ്ട ബാറിൽ കയറി മദ്യപിച്ചു. ഇവരൊക്കെ നേരെ അവന്റെ പൈസയാണ് എന്റെ ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് മദ്യപിച്ചിട്ട് ആ റൂമിലേക്ക് പോയി. ആ റൂമിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ സഹോദരൻ ഉച്ചക്കത്തെ അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ അവനെ ചാടി കഴുത്തിന് ഇറുക്കി പിടിച്ചിട്ട് ഞാൻ ചോദിച്ചെന്റെ ചോദ്യം ഇങ്ങനെയാണ്, എന്നെ കൊണ്ടുപോയി ഇത്രയും ആൾക്കാരുടെ നടുവിൽ എന്നെ കൊണ്ട് ഒരു മിനിറ്റ്, ഓക്കെ, വൺ സെക്കൻഡ്. എന്നെ കൊണ്ടുപോയി ഈ ആൾക്കാരുടെ മുമ്പിൽ ലജ്ജിപ്പിച്ച, എന്നെ കൊണ്ട് നാണം കെടുത്തിയില്ലേ എന്ന് പിടിച്ച് ഞാൻ ഈ കഴുത്തിന് പിടിച്ച് ഞെക്കി പിടിച്ചിരിക്കുമ്പോ ഈ സഹോദരൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ഈ കഴുത്തിന് ഞാൻ ഞെരുക്കി പിടിച്ചിരിക്കും. എന്നോട് പറയാ, എന്തിനാ എന്നെ മർദ്ദിക്കുന്നത്? ഞാൻ ചോദിച്ചു, നീ വിശ്വസിക്കുന്നു എന്നെ ഇങ്ങനെ കിടന്ന് പിടിക്കുന്നുണ്ട്. അവർക്കറിയത്തില്ലല്ലോ ഞാനിങ്ങനെ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന്. അറിയത്തില്ലാത്തതുകൊണ്ട് ആ സമയം ക്ഷമിക്കുക, സോറി. അപ്പോ ഞാൻ ആ സഹോദരൻ എന്നോട് ചോദിക്കുക, എന്തിനാണ് എന്നെ നീ മർദ്ദിക്കുന്നത്? ഞാൻ അവരോട് ചോദിച്ചു, നിനക്കറിയത്തില്ലേ അത്രയും പേരുടെ മുമ്പിൽ കൊണ്ടുപോയി എന്നെ നാണം കെടുത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ ഈ സഹോദരനോട് ചോദിച്ചു, എന്താ തന്നെ ഞാൻ നാണം കെടുത്തിയത്? ഞാൻ അവരോട് ചോദിച്ചു, സ്നേഹിത, നീ വിശ്വസിക്കുന്നു ഞാൻ ഒരു പാസ്റ്ററായി തീരുമെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ഈ സഹോദരൻ എന്നോട് പറഞ്ഞൊരു മറുപടി എനിക്കിപ്പം മറക്കാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ നടക്കും. ദൈവം പറഞ്ഞതാണെങ്കിൽ ഗുണപ്പുറപ്പെ അതുപോലെ നടക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ അവരെ വിട്ടു. ചില നാളുകൾക്ക് ശേഷം നാട്ടിൽ വരേണ്ട ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വരണമെന്നുണ്ടായിരുന്നു. അപ്പോ ഈ പാസ്റ്റർ അടിക്കാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു. ആ ദൂത് നിങ്ങൾക്ക് കേൾക്കണമോ? ആ വാക്തത്വം മഞ്ഞു പൊഴിയുന്ന ദേശത്ത് നിന്നെ കൊണ്ടുപോകുമെന്നല്ല, നിന്നെ വലിയ ഉയർച്ചകൾ തരുമെന്നല്ല,
ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും ഞാൻ നിന്നെ കീറിക്കളയും, പിടിവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. എന്റെ കാതുകളിൽ കേട്ടതായ പ്രവചന ശബ്ദം അതായിരുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട്, എന്നെ കേൾക്കുന്ന നല്ലവരായ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് പറഞ്ഞത് തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കർത്താവ് പറഞ്ഞത് ചെയ്യുന്ന ദൈവമാണ്. എങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ കൂട്ടുകാരുമായിട്ട് ഞാനിങ്ങനെ മദ്യപിച്ചിട്ടൊരു കൂട്ടുകാരനുമായി മദ്യപിച്ച് ഞങ്ങളിങ്ങനെ പോകുമ്പോ ആ കൂട്ടുകാരൻ തന്റെ വീടായപ്പോ തന്റെ വീട്ടിലേക്ക് കയറിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ 4 പേരെന്റെ ചുറ്റും വന്ന് കൂടി. അപ്പോ എനിക്ക് ഒത്തിരി വൈരാഗ്യങ്ങളും ഒത്തിരി വിഷയങ്ങളും കേസുകളും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. എനിക്ക് എന്റെ കാതിൽ പലരും പറഞ്ഞാൽ മോങ്ങി വെച്ചിട്ടുണ്ട്, കൊന്നു കളയും, തീർത്ത് കളയാൻ വെച്ച്. ഞാൻ അന്നത്തേക്ക് അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം തന്റെ ഉള്ളത് കൊണ്ടും നമ്മുടെ ഉള്ളിൽ വേറെ ഇരിക്കുന്നത് കൊണ്ടും നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നിരുന്നു. എന്റെ ചുറ്റും വന്ന് കൂടിയ 4 പേര് മിന്നുന്ന വടിവാളെടുത്ത് എന്റെ പെടലിക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി കൊന്നുകളയാൻ പോവുക, ഇന്ന് രാത്രി കൊന്നുകളയാൻ പോവുക എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഈ പാസ്റ്റർ പറഞ്ഞ ദൂരം എനിക്ക് ഓർമ്മ വന്നു. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളവി, ഞാൻ നിന്നെ കീറിക്കളയും, വെടിവെപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. ശ്രദ്ധിച്ചോണേ. അങ്ങനെ ഈ ദൂത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാന് ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു, ദൈവമേ, എന്നെ ഈ മരണത്തിൽ നിന്ന് വിടുവിക്കാമെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് എന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും സത്യമായി പറയണമല്ലോ, ഇത് ഞാൻ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷേ ഞാനിത് പറഞ്ഞത് തമ്പുരാൻ അങ്ങ് കൈയേറ്റു, തമ്പുരാൻ ഇതങ്ങ് വിശ്വസിച്ചു, തമ്പുരാൻ എന്നെ തൊടുമാനിടയായി. ദൈവം ഈ എന്റെ തീരുമാനങ്ങളെ കേട്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ ശരീരത്തിലേക്ക് ഒരു ശക്തി ഇറങ്ങുവാനിടയായി. ശക്തി ഇറങ്ങിയ ഉടനെ ഞാനൊന്ന് ഉതറി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കുടഞ്ഞപ്പോ എന്റെ പുറകിൽ നിന്ന വ്യക്തി വിചാരിച്ചു ഞാൻ അഭ്യാസം കാണിക്കുകയാണെന്ന് വിചാരിച്ച് ആ പുറകിൽ നിന്നവൻ വടിവാളിന്റെ പാത്തി കൊണ്ട് എന്റെ പുറകിലിടിക്കുവാനിടയായി. വടിവാളിന്റെ പാത്തി കൊണ്ട് ഇടിച്ചപ്പോ ഞാൻ ഈ റോഡിലേക്ക് കമന്ന് വീണ ഉടനെ ഈ പുറകിൽ നിന്നവൻ വലിച്ച് പൊക്കിയെടുത്ത് വെട്ടി കൊന്നുകളയാൻ തുടങ്ങുമോ. അവൻ അസഭ്യം പുലമ്പിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, കൊല്ലട, വെട്ടട എന്ന് പറഞ്ഞ് എന്നെ വെട്ടാൻ തുടങ്ങുമ്പോ ദൂരത്ത് നിന്ന് ഒരു വണ്ടി എവിടേക്ക് വരികയാണ്. വെട്ടിക്കൊല്ലാനായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് വടിവാളുകൊണ്ട് വെട്ടാൻ തുടങ്ങുന്ന സമയത്ത് ദൂരത്തുനിന്ന് ഒരു വണ്ടി വന്നപ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞു, ഒരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി പോയതിനു ശേഷം നമുക്ക് വകവരുത്താം. അങ്ങനെ വണ്ടി പോയതിനു ശേഷം വകവരുത്താമെന്ന് പറഞ്ഞ് റോഡിന്റെ താഴവശത്തേക്ക് എന്നെ മറിച്ചിട്ട് തള്ളിയിട്ടു. അങ്ങനെ എന്നെ തള്ളിയിട്ടതിനു ശേഷം എനിക്ക് പിന്നെ അപ്പൊ എന്നെ ഈ റോഡിന്റെ സൈഡിലേക്ക് തള്ളിയിട്ടതിന് ശേഷം എന്നെ വെട്ടിക്കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് ഈ ദൂരത്തുനിന്ന് ഒരു വണ്ടി എവിടേക്ക് പാഞ്ഞു വരികയാണ്. ദൂരത്തുനിന്നൊരു വണ്ടി എവിടേക്ക് പാഞ്ഞു വന്നപ്പോ ആ ദൂരത്തുനിന്ന് വന്ന വണ്ടിയെ ഈ കണ്ടുമുട്ടി. രാത്രിയിൽ ഞങ്ങളെ പോലുള്ള ചിലരുള്ളതുകൊണ്ട് അവിടെ പോലീസ് അധികാരികളൊക്കെ രാത്രി സഞ്ചരിക്കാറുണ്ട്. അപ്പൊ ഇവര് വിചാരിച്ചു പോലീസുകാരായിരിക്കുമെന്ന്. അപ്പൊ എന്റെ ഈ വണ്ടി പോയതിനു ശേഷം കൊല്ലാന റോഡിന്റെ താഴേക്ക് മറിച്ചിട്ട് കഴിഞ്ഞപ്പോ അവിടുന്ന് ഈ വണ്ടി വേഗത്തിൽ പാഞ്ഞ ആ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. പോലീസ് വണ്ടി ഒന്നുമല്ല, ഒരു 2 വീലർ ആയിരുന്നു. ആ വണ്ടി അവിടെ വന്ന് നിന്നിട്ട് അതിൽ ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ട് ആ കുഴിക്കകത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ കൈക്ക് പിടിക്കുവാനിടയായിട്ടുണ്ടോ, ഞാൻ അവിടെ കിടപ്പുണ്ടെന്നോ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നോ ആരോ വിളിച്ചറിയിച്ചതുപോലെ, ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ഒരു മനുഷ്യൻ ആ കുഴിക്കകത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് എന്നെ തൊട്ടപ്പോ തന്നെ പഞ്ഞിക്കെട്ട് പൊങ്ങി വരുന്നത് പോലെ ഞാൻ എഴുന്നേറ്റ് വന്നു. ആ വാഹനത്തിൽ എന്നെ ചാരി ഇരുത്തി, ആ വാഹനത്തിൽ കയറ്റി
എന്റെ വീട് ലക്ഷ്യമായി പാഞ്ഞു. എന്റെ വീട് ലക്ഷ്യമായി പാഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്തെത്തിക്കഴിഞ്ഞപ്പോ ദൈവമില്ല, ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഞാൻ കണ്ട കാഴ്ച. ഞാൻ ആ വണ്ടിയിൽ നിന്നിറങ്ങി ആ മനുഷ്യനോട് നന്ദി പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിയപ്പോ എന്റെ മുറ്റത്ത് അങ്ങനെ ഒരു മനുഷ്യനില്ല, എന്റെ മുറ്റത്ത് അങ്ങനെ ഒരു വണ്ടിയില്ല. അകത്തേക്ക് ഓടിയിട്ട് പുറത്ത് ലൈറ്റിട്ട് നോക്കിയപ്പോ പുറത്ത് അങ്ങനെ ഒരു വണ്ടിയുമില്ല, മനുഷ്യനുമില്ല. പേടിച്ച് വിറച്ചകത്തേക്ക് ഓടിയിട്ട് എന്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുവാൻ ശ്രമിക്കുമ്പോ ഉറക്കം വരുന്നില്ല. കാരണം പേടിയാക്കി. ഇതെന്താ സംഭവിച്ചത്, ആരാ, എന്താ? എന്റെ മനസ്സിന് വിചാരം ഒത്തും ഏതെങ്കിലും ഭൂതങ്ങളോ പിശാചികളോ പ്രേതങ്ങളോ എല്ലാം ആയിരിക്കും. കാരണം ദൈവം എനിക്ക് വേണ്ടി ഒരിക്കലും ചെയ്യില്ല. കാരണം അത്രത്തോളം സ്വഭാവത്തിന് അടിമപ്പെട്ടിരുന്ന, ജീവിതം നയിച്ചിരുന്ന, ഞാൻ എന്റെ സങ്കല്പത്തിൽ വിചാരിച്ചിരുന്നത് ചെറുപ്രായത്തിൽ പഠിച്ച പ്രേതഭൂത പിശാചികളായിരിക്കും. അങ്ങനെ എന്റെ റൂമിന്റെ അകത്ത് കിടക്കുവാൻ ശ്രമിച്ചിട്ട് ഉറക്കം വരുന്നില്ല. പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങുമ്പോ അന്ന് രാത്രിയിൽ പ്രകാശം എന്റെ റൂമിലേക്ക് ആഞ്ഞടിച്ച് ആ വെളിച്ചത്തിന്റെ അകത്ത് ഒരു ശബ്ദം എന്റെ കാതിൽ ഇങ്ങനെ കുട്ടിയിടയ്ക്ക് കേൾക്കുമാറുണ്ടായി. മകനെ, ഞാനാണ് നിന്നെ രക്ഷിച്ച ദൈവം, ഞാനാണ് നിന്നെ രക്ഷിച്ച ദൈവമെന്ന് ഈ ശബ്ദം എന്റെ കാതിൽ പറഞ്ഞപ്പോ ഞാൻ ഈ ശബ്ദത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തന്റെ ഇടത്തിലൊന്നും കുറവില്ലാത്തത് കൊണ്ട് ഈ ശബ്ദത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, അങ്ങ് എന്തിനായി എന്നെ രക്ഷിച്ചത്? അങ്ങ് രക്ഷിച്ചത് സത്യമാണെങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി തരണം. അങ്ങ് എന്തിനാണ് എന്നെ രക്ഷിച്ചത്? എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾക്കണമോ? എന്നോട് പറഞ്ഞ മറുപടി അന്നാ ഞാൻ കയങ്ങളിടിച്ച് കരഞ്ഞത്. അണപൊട്ടി ഒഴുകുന്നത് പോലെ എന്റെ കണ്ണുകൾ ധാരധാരയായി കവിൾത്തടകളിലൂടെ കണ്ണുനീര് കോരി എറിഞ്ഞ് ഒഴുകി ചാടിയത് ഈ മറുപടി കേട്ട. എന്താണെന്നറിയാമോ? ഈ ശബ്ദം എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരും കൈവിട്ട സ്ഥാനത്ത്, എല്ലാവരും തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് എന്റെ ജീവിതത്തെ ഉള്ളതുപോലെ കണ്ട ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇത് കേട്ടപ്പോ ഹൃദയം വല്ലാതെ പിടഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങനെ സ്നേഹിക്കുന്നു, എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായി തമ്പുരാൻ എന്റെ കാതിൽ നൽകിയ മറുപടി എന്താ കേൾക്കണമോ? കുഞ്ഞെ, നിന്നെ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്നെ എന്തിനാണ് അങ്ങേക്ക് വേണ്ടത്? ആ ശബ്ദത്തിനോട് പറഞ്ഞു, അനേകരുടെ മുമ്പിൽ ദൈവത്തിന് അനേകരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും, അനേകരുടെ മുമ്പിൽ എന്റെ സാക്ഷ്യമായി ഞാൻ നിന്നെ അയക്കും. ആ പറഞ്ഞ ദൂതിന് മുമ്പിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ താഴേക്ക് മുഴങ്ങാൻ മടക്കി. അവിടെ മമ്മി എന്നുകൊണ്ട് ഈ ബെഡിൽ ഒരു ബൈബിൾ വെക്കാറുണ്ട്. ആ ബൈബിൾ എടുത്ത് ഞാനിങ്ങനെ മാറത്തോട് ചേർത്ത് വെച്ച് ഞാൻ കരയാൻ തുടങ്ങി. 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതാ, പാസ്റ്ററുടെ മോനല്ലേ. എന്നാൽ അന്ന് രാത്രി കർത്താവ് ഒരു സിനിമ പോലെ ഞാൻ ചെയ്ത പാപപ്രവൃത്തികൾ, അഴുക്കുചാലിലൂടെ നീന്തിക്കേറിയതായ എന്റെ ദുഷ്ടപ്രവൃത്തികളും സ്വഭാവങ്ങളും എല്ലാം എന്നെ കാണിച്ചു. ഞാൻ ബൈബിൾ എടുത്ത് മാറോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല. വേദപഠന ക്ലാസ്സുകളിൽ ചെറുപ്രായത്തിൽ പോയ ബന്ധം മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ അന്ന് രാത്രി കർത്താവിനെ തൊട്ടു. ഞാൻ കണ്ണു തുറക്കുന്നത് നേരം വെളുത്തിട്ടേ ആൾക്കാർ സമയമായപ്പോഴാണ്. കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റപ്പോ ഈ ശബ്ദം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഇറങ്ങി എന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടാം. ഇതുപോലെ പറഞ്ഞതല്ല, എന്റെ ജീവിതത്തിൽ നടന്ന അനുഭവം ഇനി പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ചില മിനിറ്റുകൾക്കുള്ള നിർത്താം. അപ്പൊ എന്താണ് ഒരാൾ പ്രത്യക്ഷപ്പെട്ടതോ ഒരാൾ വന്നതോ ഒന്നുമല്ല എന്റെ ജീവിതത്തിലെ അത്ഭുതം. ഇനി അടുത്തത് പറയുന്ന ചില മിനിറ്റുകൾക്കുള്ള ശ്രദ്ധിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ ബൈബിൾ എടുത്ത് ഈ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഞാൻ ചുരുട്ടി. ആരും കാണാൻ പാടില്ലല്ലോ, വീട്ടിലാരും ഉണ്ടത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഈ ബൈബിൾ എടുത്ത് ചുരുട്ടി ഞാൻ രാവിലെ കുളിച്ചൊരുക്കി. പക്ഷെ ഒന്നും കഴിച്ചില്ല. എനിക്കൊരു ബൈക്കുണ്ട്, ആക്സിഡന്റ് യമഹായുടെ ബൈക്കാണ്. ഇവിടെ ചവിട്ടി ഓണാക്കിയാൽ അങ്ങ് തിരുവനന്തപുരത്തെ ശബ്ദം കേൾക്കുന്നൊരു ബൈക്കാണ്. അങ്ങനെ ഞാൻ ആ വണ്ടി സ്റ്റാർട്ട് ആക്കിക്കൊണ്ട് ഈ ബൈബിൾ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുകയാണ്. കൂട്ടുകാരൊക്കെ പലരും വിളിച്ചു, ആരും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ പോയി കുറച്ചു ദൂരം ചെന്നപ്പോ ഒരു ചർച്ചിൽ ഇങ്ങനെ പ്രയർ നടക്കുകയാണ്. ആ ചർച്ചിൽ ഇങ്ങനെ പ്രയർ നടന്നപ്പോ ഞാൻ ആ ബൈക്ക് മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ കയറി ചെല്ലുക. അവിടേക്ക് ഇങ്ങനെ കയറി ചെന്ന് സഹോദരന്മാരിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അന്ന് ഈ കസേരയിലൊന്നും അല്ല, എല്ലാവരും മുഴങ്കാലിരുന്ന് ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുഴങ്കാലിരുന്ന് ആരാധിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ചെന്നിരുന്ന പാട്ട് പാടുന്നിടത്ത് ഞാൻ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചെന്നിരുന്നപ്പോ ആ പാസ്റ്റർ
സ്റ്റേജിൽ ഇറങ്ങി വന്നിട്ട് എന്റെ തോളത്ത് തട്ടി. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നെ അറിയാവുന്ന ആളായിരിക്കും, ഇറങ്ങിപ്പോകാൻ പറയാനായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, വാ സ്റ്റേജിൽ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്തു സ്റ്റേജിൽ വന്നിരിക്കാൻ. നമ്മളെ ഈ കൊച്ചു കൂട്ടുകാരൊക്കെ പറയത്തില്ലേ എനിക്ക് വട്ടായതാണോ ഈ ലോകം മുഴുവൻ വട്ടായതാണോ ചോദിച്ച പോലെ എനിക്കിതൊന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ ആ സ്റ്റേജിലേക്ക് കയറി ചെന്ന് ആ ദൈവദാസൻ അദ്ദേഹത്തിന്റെ അരികത്തിൽ എന്നെ ഇരുത്തി. ശ്രദ്ധിച്ചോളവേ, എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം ഇത്. മറ്റുള്ളവരിൽ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ഓർക്കുമ്പോൾ എന്റെ കണ്ണു നിറയ്ക്കുന്നത്, അത് ഓർക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ അവനെ വീണ്ടും വീണ്ടും സ്തുതിക്കുവാൻ ഇടയാകുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അരികത്തിങ്ങനെ ഇരിക്കുമ്പോ പാട്ടൊക്കെ കഴിഞ്ഞല്ലോ, അദ്ദേഹം എന്റെ കാതിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് പകലിൽ ദൈവവചനം പ്രസംഗിക്കണം, ഇന്ന് പകലിൽ ദൈവവചനം പ്രസംഗിക്കണം. ഞാൻ അവിടെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുകയാണ്. അവിടെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുമ്പോ ഞാൻ വിചാരിച്ചു, ഇന്നലെ വരെ ഈ പ്രഭാതം വരെ കേട്ട ശബ്ദം ശരിയാണെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ കണ്ണുകളിച്ച് പറഞ്ഞു മാത്രമേ എന്റെ കാതിൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായി, മകനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇന്നു മുതൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഞാനങ്ങനെ ഈ ദൂത് മാത്രമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ബൈബിൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റു. കർത്താവിനോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ചെയ്തതൊന്നും നീ പറയരുത്, എഴുന്നേറ്റോളാൻ പറഞ്ഞു. ദൈവകൃപയാൽ 1.25 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. എന്റെ ആദ്യത്തെ പ്രസംഗം. സ്തോത്രം. തെരുവിൽ നിന്നും പുൽപ്പറ്റിലേക്ക്, തെരുവിൽ നിന്നും പ്രസംഗപീഠത്തിലേക്ക് തമ്പുരാൻ ചില മണിക്കൂറുകൾ കൊണ്ട് ഒരു കൂലിത്തല്ലുകാരനായ എന്നെ പ്രഭാഷകനാക്കി, ഒരു സുവിശേഷകനാക്കി എന്റെ സ്വർഗത്തിലെ ദൈവം മാറ്റിയ അനുഭവം. പ്രസംഗമൊക്കെ കഴിഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചു, 27-ാം തീയതി ഡേറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു 27, 28, 29, 30 കൊണ്ടല്ലോ കലണ്ടറില്. അദ്ദേഹം എനിക്ക് പാസ്റ്റർമാരുടെ ഭാഷാ ശൈലി ഒന്നും അറിയത്തില്ലല്ലോ. അദ്ദേഹം വന്ന് ചോദിച്ചാൽ 27-ാം തീയതി പ്രോഗ്രാം ഉണ്ടോ? എന്റെ തമ്പുരാനെ, എന്റെ ആദ്യത്തെ പ്രോഗ്രാം ഒന്നും പറയാൻ പറ്റത്തില്ല, എന്റെ ആദ്യത്തെ പ്രസംഗമാണെന്ന് ഉലകത്തിൽ എനിക്കും തമ്പുരാനും അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു 27-ാം തീയതി ഡേറ്റ് ഇല്ല. അദ്ദേഹം എന്നോട് പറയാം, ഡയറിയിലേക്ക് ഒന്ന് കുറിച്ചേക്കണമെന്ന്. ഡയറിയോ? എന്തിനാ ഡയറി? അദ്ദേഹം പറഞ്ഞു നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഞാൻ പ്രയറിന് വിളിച്ചു, പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ നിന്ന് ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോ ഒരാന്റി വന്ന് എന്റെ മുഖത്ത് നോക്കി ആദ്യമായി പാസ്റ്റർ പ്രൈസ് സ്ഥലമുള്ളതെന്ന് പറഞ്ഞു. എന്നെ ആദ്യമായി പാസ്റ്റർ എന്ന് വിളിക്കുന്നത് ആന്റിയാണ്. ഞാൻ ചോദിച്ചു പ്രൈസ് സ്ഥലം, എന്നോട് ചോദിച്ചു പേരെന്താണ്? അവിടെ കുഴഞ്ഞു. എന്താ കാര്യമെന്ന് അറിയാമോ? എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിട്ടുള്ളത് ഈ പേരിന്റെ പേരില്ല. സോളമൻ ആരെങ്കിലും കൂലിത്തല്ലുകാരന്റെ പേരിടുമോ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ, എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മറ്റെന്തും സഹിക്കാം, ഉപദേശം മാത്രമാണ് സഹിക്കാൻ പറ്റാത്ത. ബൈബിളിൽ ശലോമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിനക്കറിയാമോ? അവനെ പോലെ ഞാൻ ഈ ആരുമില്ലായിരുന്നു, ആ പേരാ നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കുമ്പോ വീട്ടിൽ വന്ന് ഞാൻ ഈ അരിശമൊക്കെ തീർക്കാറുണ്ട്. എനിക്ക് ഈ പേര് ഇഷ്ടമല്ലായിരുന്നു. എന്നെ വീട്ടിൽ വിളിച്ചിരുന്ന വേറൊരു പേരാണ്. ആ പേരും ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് വേറെ ഒട്ടപ്പേരുണ്ടല്ലോ, അങ്ങനെ ഒരു പേരും എനിക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവിനോട് പറഞ്ഞതൊന്നുമല്ല, ഞാൻ നിനക്ക് മുന്നേ കാണിച്ചിരിക്കുന്ന, ഞാനിങ്ങനെ അതിനെ കൊണ്ട് പറഞ്ഞു എന്റെ പേര് സോളമൻ എന്നാണ്. അവൻ എന്നോട് പറഞ്ഞു നമ്പർ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സിമ്മും ഫോണും ഒക്കെ കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കാനായി എനിക്ക് തോന്നിയത്. എന്തോ ഫോൺ നമ്പർ എന്റെ വായിൽ അതാ വന്നേ. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കാതെ എന്റെ ലാൻഡ് നമ്പർ കൊടുത്തു. ലാൻഡ് നമ്പർ കൊടുത്ത് വീട്ടിലേക്ക് പോവുക. എന്റെ റൂമിന്റെ അകത്ത് കയറി ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാൻ ആഹാരം എനിക്ക് വേണ്ട, വിശപ്പില്ല, സ്വോത്രം പറയാം, അന്യഭാഷ പറഞ്ഞ് ഞാൻ ഇങ്ങനെ റൂമിന്റെ അകത്തിരിക്കുക. പിന്നീട് ഉപവാസമാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. 1-ാമത്തെ ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം ഹാൾ റൂമിലിരിക്കുന്ന ടെലിഫോണിനൊരു ബെല്ല് വന്നു. ഹാൾ റൂമിലിരിക്കുന്ന ലാൻഡ് ഫോണിൽ ബെല്ല് വന്നപ്പോ മമ്മി ഓടിച്ചെന്നെടുത്തപ്പോ രസകരമായ ഒരു സംഭവം അവിടെ അരങ്ങേറുവാൻ ഇടയായി. അവിടെ വിളിച്ചൊരു ആന്റി ഇപ്പോൾ ചോദിക്കുന്നു, പാസ്റ്റർ സോളമൻ വീട്ടിലുണ്ടോ?
സാധാരണഗതിയിൽ നിങ്ങളാണെങ്കിൽ എന്താ പറയാ, റോങ് നമ്പർ. തിരിച്ചു പിന്നെ വിളിച്ചു. അവര് പറഞ്ഞു, മമ്മി പറഞ്ഞു ഞാൻ മലയാളത്തിലാണെന്ന് നിങ്ങളോട് പറഞ്ഞത്, റോങ് നമ്പർ കട്ട് ചെയ്തു. വീണ്ടും ആ കോള് വരികയില്ല. സോളമനുണ്ട് വീട്ടിൽ. ഒരു കാര്യം ചെയ്യും, എന്റെ ഭർത്താവ് പാസ്റ്റർ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. എന്റെ അപ്പനെ വിളിച്ചു. അപ്പൻ ഓടി വന്ന് കോളെടുത്ത് സംസാരിക്കുമ്പോ ഇത് പെട്ടെന്ന് എന്റെ കാതിലെത്തി. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, അപ്പൊ ഇതെനിക്കുള്ള കോളാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഫോൺ എന്റെ കയ്യിലേക്ക് മേടിക്കുമ്പോ എന്റെ വീടിനകത്ത് വലിയ ഒരു നിലവിളി ഉയരുവാനിടയായി. നാട്ടിലെ സ്ത്രീകളും സമൂഹങ്ങളും ഓടിക്കൂടിയിട്ട് ഇതെന്താ നടക്കണമെന്നറിയാൻ ഓടിക്കൂടിയപ്പോ അപ്പനും അമ്മയും ഇങ്ങനെ പറഞ്ഞു, നീണ്ട വർഷങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവം ഞങ്ങളുടെ കയ്യിൽ. അനേകം നടുവിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മദ്യപാനത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി, ഈ ദുർമാർഗത്തിന്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ അവർ ദൈവം ചെയ്ത എന്താണെന്നറിയോ? മദ്യപാനത്തിന് വിടുതലല്ല, കൂലിത്തന്നെ വിടുതലല്ല, ആരോട് പ്രാർത്ഥിച്ചു പോകും. ആ ദൈവത്തെ പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിന്റെ നിറവോട് പറയട്ടെ, ചോദിച്ചതിനും നിലച്ചതിനും അത്യന്തപരമായി നടത്തുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മുടെ വിഷയത്തെ ഒന്ന് വിട്ടുകൊടുക്കാമോ? അവൻ അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവമാണ്. കേവലം മദ്യപാനത്തിൽ നിന്നും മാത്രമല്ല, കേവലം കഞ്ചാവ് പണിയിൽ നിന്നും മാത്രമല്ല, കേവലം മയക്കുമരുന്നിൽ നിന്നും മാത്രമല്ല, കേവലം കൂലിത്തലിൽ മാത്രമല്ല, അതിനേക്കാൾ മൂർച്ചയേറിയ ആയുധമെടുത്തുകൊണ്ട് നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുവാൻ താമ്പൂലാന ഒരൊറ്റ രാത്രി കൊണ്ട് എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകലിൽ എനിക്ക് പറയാൻ കഴിയും, ഈ ഒരു ശക്തികൾക്കും തടയാൻ കഴിയാത്ത ഒരു ആയുധം ലോകത്തിലുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു മന്ത്രവാദികൾക്കും ഒരു ശകുനവാദികൾക്കും ഒരു അഭികാരങ്ങൾക്കും ലോകത്തിലെ ഒരു ബന്ധനങ്ങൾക്കും ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു ആയുധമാണോ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിന്റെ വിഷയം ഏത് രാജ്യത്താകട്ടെ, നിന്റെ വിഷയം എത്ര വലുതാകട്ടെ, അതിനേക്കാൾ വലിയവനാണ് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. ഇന്ന് പകലിൽ ഞാൻ ഈ ദൂത് പറയുമ്പോ, ഇന്ന് പകലിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തിൽ ചിലത് സംഭവിക്കുക, നിങ്ങളുടെ വിഷയങ്ങളിൽ ചിലത് സംഭവിക്കുക. അധികം താമസമില്ല. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ വിശ്വസ്തനാണ്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോ വീട്ടിൽ എല്ലാവരും വന്ന് അപ്പനും അമ്മയൊക്കെ ഒരുപാട് സ്ഥലത്ത് സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ ഈ ചെറുപ്രായത്തിൽ എന്താ പറയാ, വീട്ടുകാരൊക്കെ വിചാരിച്ചു കല്യാണം കഴിപ്പിച്ചാൽ ഇവരൊക്കെ ഗുണപ്പെടുമെന്ന് വിചാരിച്ചു. 20 വയസ്സ് കഴിഞ്ഞപ്പോഴേ കല്യാണമൊക്കെ നടന്നു. അപ്പോ കോട്ടയത്തൊരു കല്യാണമെല്ലാം ഉറച്ച് സെറ്റിൽഡായി, എല്ലാം ശരിയായി. ആ പെങ്കൊച്ചാണെങ്കിൽ BSc നേഴ്സായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമായി. ഈ പെൺകുട്ടിയെ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ഇനി കല്യാണത്തിന് കാണാം എന്ന് പറഞ്ഞ് ടാറ്റ കൊടുത്തു. വളരെ സൗഹൃദത്തോടു കൂടെ ടാറ്റ കൊടുത്ത് ഞാൻ ട്രെയിൻ കയറ്റി വിട്ടു. ഇവർക്ക് ഞങ്ങളെ അടുത്തൊരു ബന്ധുക്കാരുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഭാവിയിൽ വരുവാൻ പോകുന്ന അമ്മായിപ്പനോടെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ആ വീട്ടുകാരി ചോദിച്ചു, പയ്യനേതാ? സ്വാഭാവികം. പയ്യനേതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്ന വീട്ടിലെ പാസ്റ്ററുടെ മോനാണെന്ന് പറഞ്ഞു. അന്ന് ഭാവിയിൽ വരാൻ പോകുന്ന അമ്മായിപ്പം പോയത് വഴിക്ക് പിന്നെ പുള്ളി വിളിച്ചിട്ടില്ല. പിന്നെ ആ കല്യാണം അവിടെ കൊണ്ട് മുടങ്ങി. പിന്നെ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ വന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവർക്ക് കോട്ടയവുമായിട്ട് വലിയ പിടുത്തം. ഇന്നത്തെ പോലെ അല്ല, അന്നത്തെ കാലം 10-24 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അങ്ങനെ ഞാന് അവിടുന്ന് കല്യാണം കഴിച്ചു. അവര് വിചാരിച്ചു പാസ്റ്ററുടെ മോനാണെന്ന് വിചാരിച്ച് കല്യാണം നടത്തി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കല്യാണം നടന്നോ? ആദ്യത്തെ കല്യാണം ആ അച്ചായൻ പോയ വഴിക്ക് പിന്നെ പുല്ലുപോലും കിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടു. കൊടുത്തതും വാങ്ങിയതും എല്ലാം തിരിച്ച് വേറെ ആളെ കൊടുത്തു വിടുകയായിരുന്നു. അവരോട് പിന്നെ മാപ്പ് പറയാൻ വേറെ മധ്യസ്ഥന്മാർ വേണ്ടി വന്നു. അങ്ങനെ അത് ഒഴിവായി പോയി. എന്റെ പൊന്നെ, ആ കുഞ്ഞിന്ന് നല്ലതുപോലെ എവിടെയും ജീവിക്കുന്നുണ്ട്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ അപ്പൊ അന്നത്തെ എന്റെ ലോക ജീവിതം അതായിരുന്നു. ആരെയും കുറ്റം പറയാൻ കഴിയില്ല. ആരും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ആരും അങ്ങനെ
കയ്യത്തിലേക്ക് കൊണ്ട് തലമുറയെ തള്ളിവിടും, ഒരിക്കലുമില്ല. പക്ഷേ ഇന്നത്തെ എൻ്റെ കൂടെയുള്ള ഞാൻ കല്യാണം കഴിച്ച വൈഫിനോട് ചെറുപ്രായത്തിൽ ശ്രദ്ധിച്ചോ, ഞാൻ അവിടേക്ക് വരാം. എൻ്റെ വൈഫ് വീട്ടിൽ വന്നു, ബെഡ് പൊക്കി നോക്കിയപ്പോ ബെഡിന്റെ അടിയിൽ ഇങ്ങനെ വടിവാളും മറ്റുള്ള ആയുധങ്ങളും ഒക്കെ കിടക്കുന്ന കണ്ട് എന്നോട് ചോദ്യം ചെയ്തപ്പോ വടിയായി, വഴക്കായി. പിന്നെ കല്യാണം ഒഴിയത്തക്ക നിലയിൽ ഈ പെൺകുട്ടി അവരുടെ വീട്ടിൽ ചെന്ന് പോയി നിൽക്കും, ഞാൻ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയായിരുന്നു എന്റെ പിന്നീട് ഏറ്റവും അവസാനം വൈഫ് ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. ഇനി കല്യാണം ഒഴിയാൻ അവരുടെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവിനെ പിടിക്കുന്നത്. ശ്രദ്ധിച്ചോ, ഞാനും എൻ്റെ അപ്പനും അമ്മയും കൂടെ ഞങ്ങള് സഹോദരങ്ങൾ ചേർന്ന് ആ വീട്ടിലേക്ക് ചെന്ന് എൻ്റെ അനുഭവം ഞാൻ അവരുമായി പങ്കിട്ട് പ്രാർത്ഥിക്കുമ്പോ എൻ്റെ ഭാര്യ അവിടെ നിന്നുകൊണ്ടൊരു സാക്ഷ്യം പറഞ്ഞു. ചെറുപ്രായത്തിൽ അവളോടൊരു ദൂതുണ്ടായിരുന്നു, നിന്നെ വിവാഹം കഴിക്കുന്നവനൊരു ദൈവദാസനായിരിക്കുമെന്ന്. നിന്നെ വിവാഹം ചെയ്യുന്നവനൊരു പാസ്റ്റർ ആയിരിക്കുമെന്ന് ഒരു ദൂത് എൻ്റെ ഭാര്യയോടുണ്ടായിരുന്നു. ആ ദൂത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, നീണ്ട ഉപവാസത്തിലായിരുന്നു. വീട്ടുകാരെല്ലാം ഈ ബന്ധം ഒഴിയാൻ അവർ തുനിയുമ്പോ എൻ്റെ ഭാര്യ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തം നടക്കണമേ, നീ എന്നോട് പറഞ്ഞ പ്രവചനം നടക്കണമെന്ന് ഇവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഈ സംഗതി നടക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ദൈവവചനത്താൽ ഞാൻ ജയമെടുക്കും. കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. അങ്ങനെ ദൈവകൃപയാൽ എന്റെ മാതാപിതാക്കൾ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഏത് വിഷയത്തിന് മുമ്പിൽ ഞങ്ങൾ തല കുനിച്ചോ ഇന്ന് ആ വിഷയത്തിന് മുമ്പിൽ ഞങ്ങൾ തല ഉയർത്തി. ഏത് വിഷയത്തിന് മുമ്പിൽ ഞങ്ങൾ കരഞ്ഞോ ആ വിഷയത്തിന് മുമ്പിൽ അവരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. മറ്റുള്ള തലമുറയെ നോക്കി അവരിത്രയും കരഞ്ഞിട്ടില്ല. എന്റെ ലൈഫിനെ ഓർത്താണ് അവർ കരഞ്ഞത്. ആ ലൈഫിനായി അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. ഞാനൊരു ദൂത് പറയട്ടെ, നീ ഇന്ന് വിഷമിക്കുന്ന പ്രശ്നം, നീ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന വിഷയം, ആ വിഷയത്തിനകത്ത് ദൈവത്തിനൊരു അത്ഭുതം നിന്റെ ലൈഫിൽ ചെയ്യാറുണ്ട്, കുടുംബത്തിൽ ചെയ്യാറുണ്ട്. അത് തലമുറയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും ആത്മീക മേഖലയിലാണെങ്കിലും ശാരീരികമായ മേഖലയിലാണെങ്കിലും ഏത് വിഷയങ്ങളാകട്ടെ, യേശുവിന്റെ നാമത്തിന് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാമോ? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ തന്ന ഈ അനുഭവത്തെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയോ, ഞാൻ അത്ഭുതങ്ങളെ കാണുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപനം നടത്തുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ എന്നെ രക്ഷിച്ചത് ഇവിടുത്തെ മത നേതാക്കന്മാരോ ഇവിടുത്തെ ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും ഒക്കെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളോ അല്ല. യേശുവിന്റെ നാമമാണ്. അവന്റെ നാമം അത്ഭുതത്തിന്റെ നാമം, അവന്റെ നാമം ജീവനുള്ള നാമമാണ്. അവനോട് പ്രാർത്ഥിച്ച അവൻ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ കർത്താവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അവതരിച്ചു. കാലത്തെ കീഴ്മുറിച്ചുകൊണ്ട് കന്യകയുടെ പുത്രനായി കാലത്തൊഴുത്തിലേക്ക് പുറത്തിറങ്ങിയ കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ജീവിച്ചു. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും 3 വർഷം പരസ്യ ശുശ്രൂഷയായി ചെയ്തു. ഇരു കള്ളന്മാരുടെ നടുവിൽ ഒരു തെറ്റും ചെയ്യാതെ എന്നെയും നിന്നെയും പാപത്തിന് പരിഹാരകനായി ക്രൂശിൽ ഒടുങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ മരണം കൊണ്ട് തീർന്നില്ല. മരണത്തിന്റെ കലാപകസ്ഥകളെ പൊട്ടിച്ചുകൊണ്ട് കാൽമുറിയിൽ നിന്നും പടക്കളത്തിലേക്ക് മരണത്തിലേക്ക് ആണ്ടുപോയ കർത്താവ് 3-ാം ദിവസം കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന് അവൻ ഇന്നും ജീവനിക്കുന്നു. അവൻ വീണ്ടും മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരുപാട് ഇനി അധികം താമസമില്ല. ഈ ലോകം അവന്റെ അവസാനത്തിലേക്ക്, ഈ ലോകം അവന്റെ വരവിന് വേണ്ടി ലക്ഷണങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവന് നിന്നെ ആവശ്യമുണ്ട്, അവന് നിന്റെ കുടുംബത്തെ ആവശ്യമുണ്ട്. അവൻ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ലല്ലോ കേട്ടോ. ആരൊക്കെ നിന്നെ മറന്നാലും കർത്താവ് നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. ഒരു കൂലിത്തല്ലുകാരനായി ജീവിച്ച ഞാനത് യേശുവിന്റെ സ്നേഹം എന്നെ മാന്യനാക്കി മാറ്റി. അനേകര് എന്നെ കാണുമ്പോൾ കഥക് പൊട്ടിയടച്ചിരുന്നു. ഇന്ന് ലോകരാജ്യങ്ങൾ എന്റെ മുമ്പിൽ കഥകൾ തുറക്കുകയാണ്. ഉന്നതന്മാരോടുകൂടെ ഭക്ഷണം കഴിക്കുക, ഉന്നതന്മാരോടുകൂടെ നടക്കുക, ഉന്നതന്മാരോടുകൂടെ വേദി പങ്കിടുക. എന്നെ പ്രാപ്തനാക്കിയത് ഇവിടുത്തെ ഏതെങ്കിലും മതങ്ങളോ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ കൂട്ടുകെട്ടുമല്ല.
ദൈവവചനം നിമിത്തം, ദൈവത്തിന്റെ നാമനിമിത്തം. അങ്ങനെയെങ്കിൽ ഇല്ല, തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുകയാ. വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചാനലിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ മുഴങ്ങുന്ന ഓരോ ദിവസങ്ങളും മുഴങ്ങുന്ന സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ഒക്കെ അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിനിടയായി തീരട്ടെ. ബഹുമാന്യ ദൈവദാസനെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, തമ്പുരാനെ, അങ്ങയുടെ ജീവിതത്തിൽ ചെയ്തതായ അത്ഭുതങ്ങളെ ഈ ജനത്തോട് പറയുവാൻ കർത്താവിനെ സഹായിച്ചേക്കും. കർത്താവിനെ കേൾക്കുന്ന ഓരോ വ്യക്തികളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ എന്റെ കർത്താവിന്റെ ആക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മെസ്സേജ്, ഈ സന്ദേശം, ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്നവരിൽ വലിയ രൂപാന്തരങ്ങൾ നടക്കണമേ, വലിയ അത്ഭുതങ്ങൾ നടക്കണമേ, വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ സ്വർഗത്തിൽ ദൈവം ആക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രങ്ങളും അതിയോഗ്യനായ അർഹപ്പെട്ട കുഞ്ഞാളെ യേശുവേ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി നോക്കി നിൽക്കുന്ന നിങ്ങൾക്കേവർക്കും ആ യാത്രയിൽ നിങ്ങൾക്ക് പ്രചോദനമായി ആശ്വാസത്തിനും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും അത്ഭുതങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. എന്റെ വാക്കുകളിൽ നിന്ന് വിടവാങ്ങുന്നു. കൺഗ്രസ്. ആമേൻ. കർത്താവിന്റെ ദാസനെ എത്ര വർഷത്തോളമായി ഇപ്പം രക്ഷിക്കപ്പെട്ടിട്ട്? ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് 2004. ഇങ്ങനെ അതേ കൂട്ടുകെട്ടിൽ എത്ര വർഷം നടന്നു? അതേ കൂട്ടുകെട്ടിൽ ഏകദേശം 13 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാ? എത്ര വർഷത്തോളം? 2024 എന്ന് പറയുമ്പോൾ ഏകദേശം 7 വർഷം ഞാൻ ആയിരുന്നു. ഓക്കെ. കർത്താവിന്റെ അത്ഭുതകരമാവുന്ന വിടുതൽ. സ്തോത്രം. ഓക്കെ. കർത്താവിന്റെ ദാസനെ വളരെയധികം നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ, ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ ദേവദാസ്.